നീല നിറത്തിലുള്ള ഒരു മാണിക്യം ഭാഗം 1. ക്രിസ്മസ് കഴിഞ്ഞ് 2-ാം ദിവസം രാവിലെ ഞാൻ ഷെർലോക്ക് ഹോംസിനെ ചെന്ന് കണ്ടു. നവവത്സരാശംസകൾ അർപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. എൻ്റെ ചങ്ങാതി കടും ചുവപ്പ് നിറത്തിലുള്ള ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് സോഫയിൽ ചാരിക്കിടന്നിരുന്നു. വലതുവശത്ത് പുകവലിക്കുന്നതിനുള്ള പൈപ്പും ഇടതുഭാഗത്ത് വായിച്ചു കഴിഞ്ഞ് കൂട്ടിയിട്ടിരുന്ന പ്രഭാത ദിനപത്രങ്ങളും ശോഭയ്ക്കരികെ ഒരു തടിക്കസേരയിൽ ചാരിയിരിക്കുന്ന ഭാഗത്ത് പഴകി ജീർണിച്ച ഒരു തൊപ്പി തൂക്കിയിട്ടിരുന്നു. പലയിടത്തും പൊട്ടിയടർന്ന് നിറം മങ്ങി ധരിക്കാൻ കൊള്ളാതായ ആ തൊപ്പി അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുകയായിരുന്നുവെന്ന് സമീപമിരുന്ന ചവണയും ലെൻസും സൂചിപ്പിച്ചു. ജോലി തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ വന്നത് ശല്യമായോ? ഞാൻ ചോദിച്ചു. ഹേയ് ഇല്ല, പരീക്ഷണങ്ങളുടെ ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സ്നേഹിതനുള്ളത് സന്തോഷകരമാണ്. പ്രശ്നം വളരെ നിസാരം. തൊപ്പിയുടെ നേർക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം തുടർന്നു. പക്ഷേ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രസകരവും പഠനാർഹവുമാണെന്ന് തോന്നുന്നു. ഞാൻ ചാരുകസേരയിലിരുന്ന് നെരിപ്പോടിന് മുകളിൽ കൈകൾ വിടർത്തി ചൂട് പിടിപ്പിച്ചു. പുറത്ത് ശക്തിയായി മഞ്ഞ് വീണുകൊണ്ടിരുന്നു. ജനൽ പാളികളിൽ മഞ്ഞിൻ തരികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ നിസാര സാധനം ഏതോ ഭീകര സംഭവവുമായി ബന്ധപ്പെട്ടതായിരിക്കും. രഹസ്യം അനാവരണം ചെയ്യാനുള്ള താക്കോലും അപരാധിയെ ശിക്ഷിക്കാനുള്ള ആയുധവുമാവാം. ഇല്ല, കുറ്റകൃത്യങ്ങളൊന്നുമില്ല, ഹോംസ് ചിരിച്ചു. ഏതാനും ചതുരശ്ര മൈലുകൾക്കുള്ളിൽ 40 ലക്ഷം ജനങ്ങൾ തിക്കിത്തിരക്കി കഴിയുമ്പോൾ സംഭവിക്കാവുന്ന ചില്ലറ നേരം പോക്കുകളിൽ ഒന്ന് മാത്രം. ഇത്രയും വലിയ പുരുഷാരത്തിൻ്റെ പ്രവർത്തനങ്ങളിലും പ്രതിപ്രവർത്തനങ്ങളിലും നിന്നുണ്ടാകുന്ന അനേകായിരം പ്രശ്നങ്ങളിൽ ചിലത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും വിചിത്രവും അപൂർവവുമായിരിക്കും. അത്തരം ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ. അത് ശരിയാണ്, ഞാൻ പറഞ്ഞു. എൻ്റെ കുറിപ്പുകളിൽ ഏറ്റവും ഒടുവിലായി ചേർത്തിട്ടുള്ള 6 കേസുകളിൽ 3 എണ്ണവും കുറ്റകൃത്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാത്തതാണ്. വാസ്തവമാണ്. ഐറിൻ ആഡ്ലറുടെ പക്കൽ നിന്ന് കടലാസുകൾ വീണ്ടെടുക്കാൻ നടത്തിയ ശ്രമം, മിസ് മേരി സദർലാൻഡിൻ്റെ കേസ്, ചുണ്ടുകൊട്ടിയ മനുഷ്യൻ്റെ പ്രശ്നം, ഇവയൊക്കെയാണല്ലോ നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ലഘുവായ പ്രശ്നവും ആ കൂട്ടത്തിൽ പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. പോലീസ് കോൺസ്റ്റബിൾ പീറ്റേഴ്സനെ അറിഞ്ഞുകൂടെ? അറിയാം. ഈ വസ്തു അദ്ദേഹത്തിൻ്റെ വകയാണ്. ഇത് അയാളുടെ തൊപ്പിയാണോ? അല്ല, അയാൾക്ക് കിട്ടിയതാണ്. ഉടമസ്ഥനാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് വെറും ഒരു കീറത്തൊപ്പിയാണെന്ന് കരുതരുത്. ഒരു ബുദ്ധി പരീക്ഷയ്ക്കുള്ള ഉപകരണമായി കാണണം. ആദ്യം എങ്ങനെ ഇത് ഇവിടെ എത്തിയെന്ന് നോക്കൂ. ക്രിസ്മസ് ദിവസം രാവിലെ ഒരു തടിച്ചു കൊഴുത്ത താറാവിനോടൊപ്പം കിട്ടിയതാണ്. താറാവ് ഇപ്പോൾ പീറ്റേഴ്സൻ്റെ അടുപ്പിലിരുന്ന് പൊരിയുകയായിരിക്കും. വിശദമായി പറയാം. പീറ്റേഴ്സൺ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നറിയാമല്ലോ. ക്രിസ്മസ് നാൾ രാവിലെ ഉദ്ദേശം 4 മണിക്ക് അയാൾ അല്പം വിനോദ പരിപാടിയും കഴിഞ്ഞ് ടോട്ടൻഹാം കോർട്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ കുറെ മുമ്പിലായി തെരുവ് വിളക്കിൻ്റെ പ്രകാശത്തിൽ ഉയരം കൂടിയ ഒരു മനുഷ്യൻ ഒരു താറാവുമായി ആടി നടന്നു പോകുന്നത് കണ്ടു. ഗുഡ്ജ് സ്ട്രീറ്റിൻ്റെ തെരുവിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന 4-5 തെമ്മാടികളുമായി ഒരു ചെറിയ കശപിശയുണ്ടായി. ഒരുത്തൻ വഴിപോക്കൻ്റെ തൊപ്പി തട്ടിത്തെറിപ്പിച്ചു. അയാൾ ആത്മരക്ഷാർത്ഥം വടിയോങ്ങിയപ്പോൾ സമീപത്തെ കടയിലെ കണ്ണാടി ജനൽ തകർന്നുപോയി. അയാളെ സഹായിക്കാൻ പീറ്റേഴ്സൺ ഓടിച്ചെന്നു. പക്ഷേ കണ്ണാടി ഉടഞ്ഞതും യൂണിഫോം ധരിച്ച ഒരാൾ തൻ്റെ നേരെ ഓടി വരുന്നതും കണ്ട് അയാൾ താറാവിനെ ഉപേക്ഷിച്ച് ഒരിടവഴിയിലൂടെ ഓടിമറഞ്ഞു. പീറ്റേഴ്സനെ കണ്ട് തെമ്മാടികളും ഓടിപ്പോയി. യുദ്ധരംഗത്ത് അവശേഷിച്ച തൊപ്പിയും 1-ാം തരം ക്രിസ്മസ് വാത്തും പീറ്റേഴ്സന് കിട്ടി. അവ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കേണ്ടതാണല്ലോ. എൻ്റെ ചങ്ങാതി അതെങ്ങനെ സാധിക്കും? താറാവിൻ്റെ കാലിൽ മിസസ് ഹെൻറി ബേക്കർക്ക് എന്നെഴുതിയിരുന്ന ഒരു കാർഡ് കെട്ടിത്തൂക്കിയിട്ടിരുന്നു എന്നത് ശരി തന്നെ. തൊപ്പിയുടെ ഒരു വശത്ത് HB എന്നക്ഷരങ്ങൾ തുന്നിച്ചേർത്തിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ പട്ടണത്തിൽ ബേക്കർ എന്നു പേരുള്ള 1000 പേരെങ്കിലും കാണും. ഹെൻറി ബേക്കർമാർ തന്നെ 100 കണക്കിനുണ്ടാകും. അവരിൽ ആരാണ് ഉടമസ്ഥനെന്ന് എങ്ങനെ അറിയും? പീറ്റേഴ്സൺ എന്തു ചെയ്തു? രാവിലെ തൊപ്പിയും താറാവുമായി അയാൾ ഇവിടെ എത്തി. ഏറ്റവും നിസാരമായ പ്രശ്നങ്ങളിൽ പോലും എനിക്ക് താല്പര്യമുണ്ടാകുമെന്ന് അയാൾക്കറിയാം. താറാവ് ഇന്ന് രാവിലെ വരെ ഇവിടെയായിരുന്നു. നല്ല മഞ്ഞുണ്ടെങ്കിലും ഇനിയും വെച്ചിരുന്നാൽ ഇറച്ചി തിന്നാൻ കൊള്ളാതെയാകും. അതുകൊണ്ട് കണ്ടെടുത്താൽ തന്നെ അത് കൊണ്ടുപോയി. ഏതൊരു താറാവിൻ്റെയും വിധി അതിന് വന്നു ഭവിച്ചിരിക്കും. ക്രിസ്മസ് സദ്യ നഷ്ടമായ ആ മാന്യൻ്റെ തൊപ്പിയുമായി ഞാൻ ഇതാ ഇരിക്കുന്നു. ഇവ നഷ്ടമായ വിവരം അയാൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല.
പിന്നെ ഉടമസ്ഥൻ ആരെന്ന് എങ്ങനെ അറിയും? നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കുന്നിടത്തോളം മാത്രം. ഈ തൊപ്പിയിൽ നിന്നോ? അതെ. തമാശ കളയൂ. ഈ പഴഞ്ചൻ തൊപ്പിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ? ഇതാ എൻ്റെ ലെൻസ്. എൻ്റെ രീതികൾ അറിയാമല്ലോ. ഇത് ധരിച്ചിരുന്ന ആളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്ത് മനസ്സിലാവുന്നുവെന്ന് നോക്കൂ. തെല്ല് വ്യസനത്തോടെ ആ കീറത്തൊപ്പി കയ്യിലെടുത്ത് ഞാൻ തിരിച്ചും മറിച്ചും നോക്കി. തികച്ചും സാധാരണമായ വൃത്താകൃതിയിലുള്ള കറുത്ത തൊപ്പി, കട്ടിയുള്ളത്, ഉപയോഗശൂന്യം എന്ന് തന്നെ പറയാം. അകത്തെ ചുവന്ന സിൽക്ക് ലൈനിങ്ങിൽ നിറഭേദം വന്നിട്ടുണ്ട്. നിർമ്മാതാവിൻ്റെ പേരില്ല. HB എന്ന് ഒരു വശത്ത് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പതിവിലും കുറച്ച് സൂചനകളെ നൽകുന്നുള്ളൂ. ചിലത് വളരെ വ്യക്തമാണ്, മറ്റു ചിലത് ഏറെക്കുറെ അനുമാനിച്ചെടുക്കാവുന്നതും. ഇതിൻ്റെ ഉടമസ്ഥൻ നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനാണെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു വന്നതാണെങ്കിലും അടുത്തിടെ അല്പം വിഷമത്തിലാണ്. മുൻകരുതലുണ്ടായിരുന്നു, ഇപ്പോഴത് കുറഞ്ഞു വരുന്നു. ധാർമ്മികമായ അധപ്പതനവും കാണാനുണ്ട്. ക്ഷയിച്ചു വരുന്ന സമ്പത്തിൻ്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ ഏതോ ദുർനടപടിക്ക് ഒരുപക്ഷെ മദ്യപാനത്തിനാവാം വശംവദനായെന്ന് തോന്നുന്നു. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഭാര്യ അയാളെ സ്നേഹിക്കാത്തതും. പൊന്നു ചങ്ങാതി. എങ്കിലും അയാൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ തടസ്സവാദം ഗൗനിക്കാതെ ഹോംസ് തുടർന്നു. ഉദാസീനമായ ഒരു ജീവിതമാണ് അയാളുടേത്. പുറത്തു പോകാറില്ല. വ്യായാമം തീരെയില്ല. നരച്ചു തുടങ്ങിയ തലമുടി 2-3 ദിവസത്തിനുള്ളിൽ വെട്ടിച്ചതാണ്. ലൈം ക്രീമാണ് തലയിൽ പുരട്ടാറുള്ളത്. അയാളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലെന്നും തോന്നുന്നുണ്ട്. ഹോംസ്, നിങ്ങൾ തമാശ പറയുകയാണോ? അല്ലേ അല്ല. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഇത് പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നോ? ഞാനൊരു വിഡ്ഢി തന്നെ, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ പറയുന്നത് പിടികിട്ടാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, അയാൾ ബുദ്ധിമാനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഹോംസ് തൊപ്പി സ്വന്തം തലയിൽ വെച്ചു. അത് നെറ്റിയും കഴിഞ്ഞ് മൂക്കിൽ തൊട്ട് അമർന്നിരുന്നു. ഇത് വലിപ്പത്തിൻ്റെ പ്രശ്നമാണ്. ഇത്രയും വലിയ തലച്ചോറുള്ള ആൾ ബുദ്ധിശൂന്യനാവുമോ? അയാളുടെ നശിച്ചു തുടങ്ങിയ സ്വത്തിൻ്റെ കാര്യമോ? ഈ തൊപ്പിക്ക് 3 കൊല്ലത്തെ പഴക്കമുണ്ട്. ചുറ്റും മുകളിലേക്ക് വളഞ്ഞ ഈ ഫാഷൻ അപ്പോഴാണ് നിലവിൽ വന്നത്. 1-ാം തരം സാധനമാണ്. സിൽക്കിൻ്റെ ലൈനിങ് നോക്കൂ. ഇത്തരം വില കൂടിയ ഒരെണ്ണം 3 വർഷം മുമ്പ് വാങ്ങിക്കാമെങ്കിൽ അതിനുശേഷം മറ്റൊന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ സമ്പത്ത് ക്ഷയിച്ചു പോയെന്നല്ലേ അർത്ഥം? അത് ശരി തന്നെ. മുൻകരുതലിൻ്റെയും ധാർമ്മിക അധപതനത്തിൻ്റെയും ലക്ഷണങ്ങൾ. ഷെർലക് ഹോംസ് ചിരിച്ചുകൊണ്ട് തൊപ്പി മുഖത്തുറപ്പിക്കാനുള്ള ബെൽറ്റ് ചൂണ്ടിക്കാണിച്ചു. ഇതാണ് മുൻകരുതൽ. ഇത് തൊപ്പിയോടൊപ്പം വാങ്ങാൻ കിട്ടുകയില്ല. പിന്നീട് പറഞ്ഞു ചെയ്യിച്ചിട്ടുള്ളതാണ്. കാറ്റടിച്ച് ദൂരെ തെറിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതൽ. ഇതിലെ ഇലാസ്റ്റിക് പൊട്ടിപ്പോയിരിക്കുന്നു. അത് മാറ്റിയിട്ടില്ല. പഴയ മുൻകരുതൽ ഇപ്പോഴില്ലാതായിരിക്കുന്നു എന്നർത്ഥം. അതേസമയം നിറം മങ്ങിയ ചിലയിടങ്ങളിൽ മഷി തേച്ചിരിക്കുന്നത് കണ്ടില്ലേ? അഭിമാനബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണത് കാണിക്കുന്നത്. താങ്കളുടെ ഊഹം ശരിയായിരിക്കാൻ ഇടയുണ്ട്. ആൾ മധ്യവയസ്സനാണെന്ന് തല നരച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും മുടി വെട്ടിച്ചിട്ട് നാളേറെ ആയില്ലെന്നും ലൈം ക്രീമാണ് ഉപയോഗിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ ഉള്ളിലെ ലൈനിങ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. കത്രിക കൊണ്ട് മുറിച്ച ചെറിയ മുടിയിഴകൾ ധാരാളം ലെൻസിലൂടെ നോക്കിയാൽ കാണാം. അവ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ലൈം ക്രീമിൻ്റെ ഗന്ധവുമുണ്ട്. പുറത്തുള്ള പൊടി റോഡിലെ ചാരനിറത്തിലുള്ള വലിയ തരികളല്ല, വീടിനുള്ളിൽ കാണുന്ന തവിട്ടു നിറത്തിലുള്ള മൃദുവായ പൊടിയാണ്. കൂടുതൽ സമയം വീട്ടിനുള്ളിൽ വെച്ചിരുന്നുവെന്നർത്ഥം. അകവശത്തെ ജലാംശം അയാൾ ധാരാളം വിയർക്കാറുണ്ടെന്ന് വിളിച്ചു പറയുന്നു. വ്യായാമത്തിൻ്റെ പോരായ്മ തന്നെ ആവണം കാരണം. അയാളുടെ ഭാര്യ ഇപ്പോൾ സ്നേഹിക്കുന്നില്ലെന്ന് കണ്ടുപിടിച്ചതെങ്ങനെ? ഈ തൊപ്പി തുടച്ചിട്ട് ആഴ്ചകളായിരിക്കുന്നു വാട്സൺ. നിങ്ങളുടെ തൊപ്പിയിൽ ഒരാഴ്ചയിലേറെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കാണുമ്പോൾ അങ്ങനെയൊന്ന് ധരിച്ചുകൊണ്ട് പുറത്തു പോകാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അനുവദിക്കുമ്പോൾ നിങ്ങളും ഭാര്യയാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു ഭാഗ്യദോഷിയാണെന്ന് ഞാൻ കരുതും. അയാൾ ഒരു അവിവാഹിതനാണെങ്കിലോ? അല്ല, ആ താറാവ് ഭാര്യയ്ക്കുള്ള ഉപഹാരമായിട്ടാണ് കൊണ്ടുപോയിരുന്നതെന്ന് കാർഡിൽ എഴുതിയിരുന്നല്ലോ. എല്ലാ സംശയങ്ങൾക്കും ശരിയായ ഉത്തരം കിട്ടി. വീട്ടിൽ ഗ്യാസില്ലെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞില്ല. മെഴുകുതിരിയുടെ പാട് 1-2 സന്ദർഭവച്ചാൽ കണ്ടെന്നു വരാം. 5 ഇടത്ത് കാണുമ്പോൾ അയാൾ മെഴുകുതിരിയുമായി അടുത്ത് പെരുമാറുന്നുവെന്ന് തന്നെ അനുമാനിക്കണം. ഒരു കൈയിൽ തൊപ്പിയും മറ്റേ കൈയിൽ മെഴുകുതിരിയുമായി രാത്രി കോണി കയറുമ്പോൾ അങ്ങനെ സംഭവിക്കാം. ഗ്യാസ് കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ മെഴുകുതിരിയുടെ അടയാളം കാണാൻ വഴിയില്ല. തൃപ്തിയായോ? സമർത്ഥൻ തന്നെ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ
കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന്. ഒരു താറാവിൻ്റെ നഷ്ടം മാത്രമേ ഉള്ളുവെങ്കിൽ ഇതൊക്കെ വെറും പാഴ്വേലയായില്ലേ? മറുപടി പറയാൻ ഷെർലക് ഹോംസ് വായ തുറക്കുന്നതിനിടയിൽ പീറ്റേഴ്സൺ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഓടിക്കിതച്ചു വന്ന അയാളുടെ മുഖം അത്ഭുതം കൊണ്ട് ചുമന്നിരുന്നു. ആ താറാവ്, മിസ്റ്റർ ഹോംസ് സാർ, ആ താറാവ്! എന്ത് സംഭവിച്ചു? അതിന് ജീവനുണ്ടായി? അടുക്കള വാതിലിലൂടെ പറന്നു കളഞ്ഞോ? ആഗതന്റെ ആശ്ചര്യദ്യോതകമായ മുഖം ശരിക്ക് കാണത്തക്കവണ്ണം ഹോംസ് സോഫയിൽ തിരിഞ്ഞിരുന്നു. ഇതാ നോക്കൂ, അതിൻ്റെ വയറിനുള്ളിൽ നിന്നും എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയതാണ്. പീറ്റേഴ്സന്റെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു നീലക്കല്ലുണ്ടായിരുന്നു. ഒരു പയർമണിയിലേറെ വലിപ്പമില്ലെങ്കിലും അതിൽ നിന്നും വൈദ്യുതി വിളക്കിൽ നിന്നെന്ന പോലെ ഓളി ചിന്നിയിരുന്നു. ഹോംസ് ഒന്ന് ചൂളമടിച്ച് നിവർന്നിരുന്നു. ദൈവമേ, ഇതെന്താണെന്നറിയാമോ പീറ്റേഴ്സൺ? നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? ഇതൊരു നിധിയാണ്. ഒരു രത്നമല്ലേ? വിലയേറിയതായിരിക്കും. ഇതുകൊണ്ട് കണ്ണാടിയെ നിഷ്പ്രയാസം മുറിക്കാം. അത് വെറുമൊരു രത്നമല്ല, അത്തരത്തിൽ ഒരെണ്ണമേ ഉള്ളൂ. മോർക്കാർ പ്രഭ്വിയുടെ നീല മാണിക്യമല്ലല്ലോ? ഞാൻ വിളിച്ചു ചോദിച്ചു. അത് തന്നെയാണത്.